നമസ്കാരം. ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം. രാഷ്ട്രീയത്തിനതീതമായിട്ട് കേരളത്തിലെ ആശാവർക്കന്മാർക്ക് ഒറ്റ കാര്യം മാത്രമേ അവരുടെ മുന്നിലുള്ള ലക്ഷ്യമുള്ളൂ, ഒറ്റ മുദ്രാവാക്യം മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ജനസേവനം നടത്തുക എന്നുള്ളത് മാത്രമാണ് കേരളത്തിലെ ആശാവർക്കന്മാരുടെ ഉത്തരവാദിത്തമാണ്. കൃത്യമായി ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ നിങ്ങൾക്കൊപ്പം ഇന്ന് വന്നു. തീർച്ചയായിട്ടും ഇതുപോലെ ഈ സമരം പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ഈ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇന്നലെ തെരുവിലിരിക്കുന്നവരെല്ലാം നിങ്ങൾ നാട്ടിലെ പാവങ്ങൾക്കൊപ്പം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് എന്നുള്ളത് കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അടിയന്തിരമായിട്ടുള്ള ഇടപെടൽ കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തുന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കിൽ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നന്ദി ശ്രീമതി ഷാനിമ ഉസ്മാൻ. ഇത്രയും സ്ത്രീകൾ, സാധാരണക്കാരായ സ്ത്രീകൾ അവിടെ ജീവിത സമരവുമായി ഈ സെക്രട്ടേറിയറ്റ് മുന്നിടയിൽ ഇരിക്കുമ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ എത്തിച്ചേർന്നുള്ള എല്ലാ നന്ദിയും നമ്മുടെ സംഘടനയുടെ പേരിൽ കേരളത്തിലെ മുഴുവൻ ആശാവർക്കന്മാരെയാണ്. ഇവിടെ നമ്മുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി മറ്റൊരു സംഘടന ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രതിനിധി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സംഘടനയാണ്. ആ സംഘടന വളരെയധികം സവിശേഷതകളുള്ള ഒരു സംഘടനയാണ്. വളരെ തുച്ഛമായ എഴുതാൻ വാങ്ങിച്ചുകൊണ്ട് കേരളത്തിലെ ആശുപത്രി മുതലാളിമാരുടെ എല്ലാ അടിമകളെ പോലെ ഇതുപോലെ പണി ചെയ്തുകൊണ്ടിരുന്നത് ആ സഹോദരിമാർ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് കീഴിൽ ഇതുപോലെ അണിനിരന്നുകൊണ്ട് അവർ നടത്തിയ ഐതിഹാസികമായ സമരങ്ങളുണ്ട്. കേരളത്തിൽ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇതുപോലെ നഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ട് ഇതുപോലെ സ്വകാര്യ ആശുപത്രികളിൽ പോയി പണിയെടുക്കുന്ന മക്കളുള്ള ആളുകളാണ് നമ്മൾ. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഘടന രൂപീകരിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഈ സംഘടന അംഗങ്ങളുണ്ട്. നടത്തിയ അതിശക്തമായ സമരങ്ങളിലൂടെ കേരളത്തിലെ നിരവധി ആശുപത്രി മുതലാളിമാരെ മുട്ടുകുത്തിച്ചുകൊണ്ട് ഈ സ്വകാര്യ ആശുപത്രികളിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് മിനിമം വേതനം പ്രഖ്യാപിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് മാന്യമായ വേതനം വാങ്ങിച്ചെടുക്കുവാൻ വേണ്ടി സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിനകത്ത് നേടിയെടുത്ത ഒരു സംഘടനയുടെ പ്രതിനിധിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. യുടെ ജില്ലാ ട്രഷറർ ശ്രീ അഞ്ജു വിജയെ ഈ നമുക്ക് അഭിവാദ്യം അർപ്പിക്കുവാനായിട്ട് ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ഏറെ ബഹുമാന്യനായ ഉദ്ഘാടകൻ ജോസഫ് മാത്യു സാറ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഏവർക്കും അദ്ദേഹത്തെ ഏറെ ആഗ്രഹത്തോടെയും സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യാം. അതിന് അഞ്ജുവിനെ രണ്ടു വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.